guys, welcome back to our channel. അപ്പോൾ എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒരു ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും അതിന്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സും അതെ. സാധാരണ എല്ലാവരും ഉച്ചയ്ക്കാണ് ആഘോഷിക്കുന്നതിലൂടെ നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത് രാത്രിയാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്ന് എന്റെ വർക്കിംഗ് ഡേ. അപ്പോൾ എന്തായാലും ഉച്ചക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ ഓണാഘോഷം രാത്രിയിലേക്ക് ഡിന്നർ ആക്കി നമ്മളെ ലഞ്ച്. അതെ. എന്തായാലും ഓണം സ്പെഷ്യൽ അറ്റയർ ആവണ്ടേ. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ 2 സെറ്റ് സാരി ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു സെറ്റ് മുണ്ടും ഉണ്ട്. എല്ലാ ഓണത്തിനും ഞാനിത് കാണാറുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഈ കോലൊക്കെ. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നു ഒരു സ്കേർട്ടും ടോപ്പ് ഇടാന്ന്, പക്ഷെ അത് കാണുന്നില്ല. ഞാൻ എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, നാട്ടിൽ പെട്ടോ അറിയില്ല. അപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചത് ഒരു മയിൽപ്പീലിയുടെ ഡിസൈനുള്ള ടിഷ്യൂൻ്റെ സാരിയാണ്. ഇതെടുക്കാമെന്ന് വെച്ചപ്പോൾ അടുത്ത പണി, ഇതിൻ്റെ ബ്ലൗസ് കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നിച്ച് ആ കിറ്റിലാവണം വെച്ചത്. അപ്പം ഞാനൊരു ഐഡിയ കണ്ടെത്തി, ഇതെൻ്റെ ഉള്ളൊരു ചുരിദാർ ടോപ്പാണ്. അപ്പം അത് ഞാൻ നേരെ അതിൻ്റെ ബ്ലൗസാക്കി മാറ്റും. പിന്നെ ജ്വല്ലറി ബോക്സ് ഇട്ട് എൻ്റെ, അപ്പം അതിൽ കുറച്ച് കുപ്പിവളകളുണ്ട് ബ്ലാക്ക്. പിന്നെ വേണ്ടത് മാലയ്ക്ക് പകരം ഞാൻ ഉദ്ദേശിക്കുന്നത് നിറയെ കുങ്കുരുള്ളൊരു പാദസരം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം ഇത് നമുക്ക് മാലയാക്കാം. പിന്നെ കമ്മൽ വേണ്ട, കാരണം മഫ്തയാണ് ഇടുന്നത്, അപ്പോൾ കമ്മൽ ഇട്ട് കാര്യമില്ല. പിന്നെ നോക്കേണ്ടത് ഇത് മാച്ചിങ് ആയിട്ടുള്ള റിങ്, അപ്പോൾ ഇതും ഇടാം. അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഓണം അറ്റയർ. ഷാഹിദ്ക്കാക്കും റയാനും കൂടെ സെയിം മോഡൽ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ജുബയും പാൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓണത്തിനിടാൻ പോകുന്ന ഡ്രസ്സ്. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ സാരിക്ക് എടുത്ത്. അതെ, നമ്മൾ സാധാരണ എല്ലാ ഓണത്തിനും പുറത്ത് എന്തായാലും ഒരു സദ്യ ഉണ്ടാവും അല്ലേ. ഒന്നുമില്ല, പുറത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ വക അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാങ്ങും സാധാരണ. ഇപ്രാവശ്യം എന്തായാലും നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് 1-2 പ്രാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ എനിക്കുള്ളത് എന്റെ കമ്പനിയിൽ സാധാരണ ഓണത്തിന്റെ സദ്യ ഉണ്ടാവാറുണ്ട്. നല്ല കുറെ എന്താ പറയാ ചെണ്ടമേളം, പിന്നെ ഓണത്തിന്റെ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ശരിയാണ്, നമ്മൾക്ക് അങ്ങനെ ശരിക്കും അറിയില്ല. എന്താ പറയാ, ഓണക്കാലം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫീലിംഗ് തന്നെ എപ്പോഴും. നാട്ടിലാണെങ്കിൽ സ്കൂൾ ടൈമില് എന്തായാലും സ്കൂളിൽ ആഘോഷങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിൽ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞൊരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു മാസക്കാലം ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ഓണത്തിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പൂക്കള മത്സരം, പിന്നെ ഫാമിലിയുടെ ആയാലും ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മള് ഇവിടെ UAE തന്നെ ലുലുക്കാര് നടത്തുന്ന കോമ്പറ്റീഷനിൽ കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതില് 2 പ്രാവശ്യം നമുക്ക് ആക്ച്വലി പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുണ്ടായത് പിന്നെ സിസ്റ്റർ, കുറച്ച് ഫ്രണ്ട്സ്, ഇവരുടെ ഫ്രണ്ട്സ്, കുറെ ഫ്രണ്ട്സ്, പിന്നെ നമ്മളാണ് മൊത്തം മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഓണത്തിന്റെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ പോവാറ്. ഇപ്രാവശ്യം നമ്മുടെ ഓഫീസിലും ഫുഡ് ഇല്ല, വേറെ എവിടെ നിന്ന് ഇൻവിറ്റേഷൻ ഇല്ല. അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചു വീട്ടിൽ ഇരുന്നിട്ട് ഒരു 10-12 ഡിഷ് അങ്ങനെ ആ ഒരു കൂടുതൽ കറികൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോഴത്തേനും എല്ലാം അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ടാവണം. അപ്പൊ ഇപ്പൊ അടുത്തൊന്നും ഇതിൽ ഇത്രക്കും എന്താ പറയാ പണിയെടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം.
ടൈമാണെന്ന് സങ്കല്പിച്ച് നമ്മൾ നേരെ സദ്യ വിളമ്പാൻ പോവാട്ടോ. ഗായ്സ്, അപ്പൊ ഞാനും റയാനും റെഡിയാണ് ഇവിടെ സദ്യ കഴിക്കാനായിട്ട്. സാധാരണ എല്ലാ പെരുന്നാളിനൊക്കെ ഞാനാണ് എന്താ പറയാ വിളമ്പ. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എല്ലാ റെസ്പോൺസിബിളും ഞാൻ ഇതിലും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് സാധനം ഒന്ന് എല്ലാം എത്തിയാൽ മതി. പിന്നെ ഞാനിങ്ങനെ ഐറ്റംസ് നോക്കുമ്പോൾ ഒരു 12 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 13. സോ അത് നല്ലൊരു ജോബാണ്. അതിന്റെ മധുരം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല പറയാം. മധുരം തുടങ്ങിയിട്ട് പുളി എരു അങ്ങനെ പോണം. ഒരു 10 മിനിറ്റ് പിടിക്കുന്നുണ്ട് എല്ലാ സാധനം ഇതെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിലൊന്നും എനിക്കറിയില്ല. നാടിന്റെ ഒരു ടേസ്റ്റ്. ഇതെന്താണ് പേരൊന്നും ചോദിക്കരുത്. പേരൊക്കെ അറിയില്ല. പേരൊക്കെ എന്റെ യൂട്യൂബ് അമ്മച്ചിനോട് ചോദിക്കണം. അതെ, ഇത് ഇതിലോ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊരു വീഡിയോ ആണ് കേട്ടോ അല്ലേ? ഒരു വീഡിയോ അല്ല, പല വീഡിയോ റെഫർ ചെയ്തിട്ടാണ്. ഇനി ഇത് പെനാൾട്ടിമേറ്റ് സാധനം ഒന്നുണ്ട്, സാമ്പാർ അല്ലേ? ഇതിവിടെ എന്ന് ഒഴിച്ചാൽ അങ്ങോട്ട് സദ്യ സ്റ്റാർട്ടാവും.